ഹായ് ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രണ്ട് പോസ്റ്റർ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്ററാണ്. സോ SSMB 29 ഗ്ലോബ് ട്രോട്ടർ എന്നാണ് സിനിമയുടെ പേര്. രാജമൗലി മഹേഷ് ബാബു സിനിമ. അതിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. സോ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ പേര് കുംഭ എന്നാണ്. ആൻഡ് ആൾ ചെയ്യണത് ഒരു നെഗറ്റീവ് റോളാണ്. അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് എവിഡൻറ്റ് ഫ്രം ദ പോസ്റ്റർ ദാറ്റ് ഹീസ് ഡൂയിങ് എ നെഗറ്റീവ് ഷെയ്ഡ് റോൾ. ആൻഡ് ഈ പോസ്റ്റർ കണ്ട സമയത്ത് ആക്ച്വലി എനിക്ക് എന്താ പറയാ, ഒരു ചിരിയാണ് വന്നത് പോസ്റ്റർ കണ്ടപ്പോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. മേ ബി ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് വേണ്ട രീതിയിലാവണമെന്നില്ലല്ലോ എല്ലാം. അപ്പൊ ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും ഇതിന്റെ മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. സോ പിന്നെ വേറെ വലിയൊരു കാര്യം എന്താ വെച്ചാൽ രാജ്മൗലി എന്ന് പറയുന്ന ഫാക്ടർ തന്നെയാണ്. അപ്പൊ രാജ്മൗലി ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ആ ക്യാരക്ടറിനെ ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല, നല്ല വൃത്തിക്കായിരിക്കും പ്രസന്റ് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷ. എനിക്ക് ആകെ ഒരു കാര്യം ഒറ്റന്നേ ഉള്ളൂ, ഈ ബഡേമിയ ചോട്ടിമിയ പോലെ ഒന്നും ആവരുത് എന്നുള്ള അത്ര ഒരു ആഗ്രഹമേ ഉള്ളൂ. കൊണ്ടുപോകുന്ന സമയത്ത് ചെയ്യണ സമയത്ത് അടിപൊളിയായാൽ മതി, അത്രേ ഉള്ളൂ നമുക്ക്. ആൻഡ് പോസ്റ്റർ കണ്ടപ്പോ ചിരി വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേ സംഭവം 24 സിനിമയില് സൂര്യയുടെ വില്ലൻ ഷെയ്ഡ് ചെയ്യണ, ഐ മീൻ രണ്ട് സൂര്യ ഉണ്ടായിരുന്നു. അതിൽ ഒരു സൂര്യ വില്ലനായിട്ട്, രണ്ടല്ല ആക്ച്വലി മൂന്നെണ്ണം ഉണ്ടല്ലേ. അപ്പോ അച്ഛൻ്റെ അങ്ങനെ വില്ലനായിട്ടുള്ള ചെയ്യണ റോള്, ആ ഒരു മൊത്തം വീൽ ചെയർ പ്ലസ് ബാക്കിലത്തെ സാധനം കണ്ടപ്പോഴാണ് ആക്ച്വലി ചിരി വന്നത്. എന്താ വെച്ചാൽ, നമ്മുടെ മറ്റേ സ്പൈഡർമാനിലെ ഡോക്ടർ ഒക്ടോബസിന്റെ കയ്യിലുള്ള പോലത്തെ ഓരോ സാധനങ്ങള് എന്താവോ. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിപ്പോഴും അത് ഇനിയിപ്പോ ടീസറോ അല്ലെങ്കിൽ അതിന്റെ വല്ല ഗ്ലിംസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആയിരിക്കും ആ ക്യാരക്ടർ, എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ, എന്തായിരിക്കും അതിന്റെ മൊത്തത്തിലുള്ള സ്റ്റോറി എന്നുള്ളത്. അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞാൻ എൻ്റെ ഒരു പേടിയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇതാവാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. ആൻഡ് വേറൊരു പോസ്റ്റർ, ഇത് രണ്ട് വന്നതും എനിക്ക് ആകെ ഞെട്ടലായിരുന്നു. വേറൊന്നെന്ന് പറഞ്ഞാൽ വിജയുടെ ജനനായകൻ സിനിമയുടെ പോസ്റ്റർ ആയിരുന്നു. സി, ഈ പോസ്റ്റർ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇതൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ എന്നാ. കാരണം ഒറ്റ നോട്ടത്തില് അതൊരു ഫാൻ മെയ്ഡ് പരിപാടി. പക്ഷെ അത് ഒഫീഷ്യൽ ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ദൈവം, ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഒരു വൃത്തിയില്ലാത്ത പോലെ എഡിറ്റ്. ഇവൻ മുഖം കണ്ടിട്ടും എനിക്കൊരു ഒരു ഒരു ഒട്ടും കൺവിൻസിങ് അല്ലാത്ത പോലെ തോന്നി. ഈ സിനിമ ഇങ്ങനെ ആവരുതേ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയപ്പെടുന്ന സിനിമയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ വേറെയും കുറെ സിനിമകളൊക്കെ ലാസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിവേസ്, വിജയ് സിനിമയിലൊന്നും പോകരുതെന്നാണ് എനിക്ക് ആഗ്രഹം. കാരണം വിജയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കാനുള്ള സിനിമ, സെലിബ്രേഷൻ സിനിമ എന്നാണ്. ആൻഡ് ഈ പോസ്റ്റർ കണ്ടപ്പോ മറ്റേ സൂപ്പർമാനെ ഇങ്ങനെ പിടിക്കാൻ വരുന്ന ആൾക്കാർ ഇങ്ങനെ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കഴിച്ചിട്ട്, അതേപോലെ എല്ലാവരും ദാറ്റ്സ് വാട്ട് ദേ സേ ജനനായകൻ. ആൻഡ് ഈ പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് ശരി തന്നെ വന്നത്. ആൻഡ് പോസ്റ്റർ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലീസ് ഡേറ്റ് പൊങ്കൽ റിലീസിനാണ് സിനിമ പ്ലാൻ ചെയ്യണത്. ഐ മീൻ പൊങ്കൽ റിലീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യണത്, 9th Jan 2026. സോ എന്തായാലും ഈ രണ്ട് പോസ്റ്ററും വന്നു. രണ്ടും എന്താ പറയാ, ഒരു ഒരു എന്റെ മനസ്സിൽ ലിറ്ററലി, ഐ മീൻ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്കൊരു ഒരു ഒരു കോമഡി പീസ് പോസ്റ്റർ പോലെ തോന്നിയിരുന്നത്. എന്തായാലും മറ്റേ രാജമൗലിയുടെ പടം, ഐ മീൻ മഹേഷ് ബാബു, രാജമൗലി, പൃഥ്വിരാജ് പടം ഉഷാറാവട്ടെ. ഞാൻ ജനനായകൻ എന്തായാലും ഉഷാറാവണം. കാരണം ലാസ്റ്റ് പടങ്ങളൊക്കെ ഒരു 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 സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. വിജയുടെ അവസാന സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആഘോഷിക്കുന്ന വേണം. അത് ആഘോഷിക്കാനുള്ള രീതിയിൽ തന്നെ ആവണം. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഒരു വീഡിയോയിൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, കാരണം ലെങ്ത് കാരണം. സോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എന്താ പറയുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ.